ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ട്രംപിന്റെ ഒരു ഭീഷണിയും ലോകത്ത് വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ട്രംപിന്റെ ഭീഷണി ഇറാന്റെ മുന്നിൽ പോലും വിലപ്പോകുന്നില്ല. നാറ്റോ രാജ്യങ്ങൾ ട്രംപിന് പുല്ലുവിലയാണ് കൊടുക്കുന്നത്. പിന്നെ ട്രംപിന്റെ ഭീഷണി വിലപ്പോകുന്ന ചില ട്രംപിനോട് അനുകൂലമായിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്. ജപ്പാനിൽ ഭീഷണി വിലപ്പോകും, സൗത്ത് കൊറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ഭീഷണി വിലപ്പോകും, തായ്ലൻഡ്, കൊളംബിയ അങ്ങനെയുള്ള ചെറിയ തുക്കട രാജ്യങ്ങൾ ഇപ്പോൾ വില പോകുന്നുണ്ട്. നമ്മൾ ഈ 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വന്നതിന് ശേഷം വലിയൊരു ഷിഫ്റ്റ് ആണല്ലോ ലോകത്ത് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യ അങ്ങ് കയറി ശക്തി പ്രാപിച്ചപ്പോൾ അവിടെ ഏറ്റവും വലിയ അടി കിട്ടിയത് അമേരിക്കയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അപ്പുറത്തുണ്ട്. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്താലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ നമുക്ക് പണമിറക്കാം, നമുക്ക് ചരക്കിറക്കാം എന്നുള്ളൊരു വലിയ വിശ്വാസം ലോകരാജ്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മുടെ കൂടെ സപ്പോർട്ടിനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റഷ്യ സ്വാഭാവികമായിട്ട് യുക്രൈനിലേക്ക് ആക്രമണം ഘടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ വലിയ വലിയ മിസൈലുകൾ വെച്ചാണ് റഷ്യ യുക്രൈനിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 150% താരിഫൊക്കെ ചുമത്തി എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിലൊന്നും ഒരു പുല്ലുവില കൽപ്പിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും അവിടെ നിന്ന് എണ്ണ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു, നമ്മളത് ക്രൂഡ് ശുദ്ധീകരിച്ച് അങ്ങോട്ടേക്ക് പെട്രോളാക്കി കയറ്റുമതി ചെയ്ത് കൊണ്ടു കൊടുക്കുന്നു. വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ നമ്മുടെ ഇവിടെയുള്ള അർബൻ നക്സലുകളോ കാണില്ല. അതേസമയം ട്രംപ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോദി അതിന് മറുപടി കൊടുത്തില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം വയ്ക്കും. ട്രംപാണോ ഇന്ത്യയുടെ എണ്ണ കയറ്റുമതി തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചവർ രംഗത്ത് വരുവാണ്. ഓൾറെഡി ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചേട്ടാ, ട്രംപ് എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ. ഇപ്പോൾ ലഭിക്കുന്ന നമുക്കൊരു വാർത്ത എന്ന് പറയുന്നത് റഷ്യ അൺലീഷസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് മിസൈൽ ബാരേജസ് ഓൺ കീവ് സിൻസ് യുക്രൈൻ വാർ ബിഗിൻ എന്നുള്ളതാണ്. യുക്രൈന്റെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വൺ ഓഫ് ദ ബിഗസ്റ്റ് മിസൈൽ ബാരേജസ് ആണ് റഷ്യ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. റഷ്യ launched one of its largest ballistic missile attacks on Kyiv since start of war tonight, firing dozens of missiles at the Ukrainian capital, and Ukraine intensified its long-range drone campaign against targets deep inside Russian territory. Ukraine Air Force said Russian forces launched repeated ballistic missile attacks on Kyiv during the night. Monitoring channels reported that about 35 to 40 missiles were fired towards the capital and surrounding region, including Iskander-M, S-400 and Zircon missiles. Kyiv Mayor Vital Klitowski said a multi-story residential building was hit in the Solomiansky district എന്നുള്ളതാണ്. സോളോമിയാൻസ്കി ഡിസ്ട്രിക്റ്റിൽ ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് സമ്പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞു. റഷ്യ ഇതുവരെ പുറത്തെടുക്കാത്ത മിസൈലുകൾ. ആ മിസൈലിന്റെ പേരെന്ന് പറയുന്നത് ഇസ്കാൻഡർ-M എന്നുള്ളതാണ്. പിന്നെ S-400 സിർക്കോൺ മിസൈൽസും ഉപയോഗിച്ചാണ് വലിയ രീതിയിലുള്ള അറ്റാക്ക് അവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. In the Shevsyansky district, falling missile debris sparked a fire in another apartment building, while fire also broke out at shopping and entertainment center and several vehicles in the ഡിപ്പോവ്സ്കി ഡിസ്ട്രിക്ട് എന്നുള്ള വാർത്തകളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. എല്ലായിടത്തും അതായത് സംഹാര താണ്ഡവം തന്നെയാണ് ഇവര് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. നിപ്രോവ്സ്കി ഡിസ്ട്രിക്ട് അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഷെവ്ഷെവ്സ്കി ഡിസ്ട്രിക്ട്, അവിടെ രണ്ടാമത്തെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ മേയറായിട്ടുള്ള സൊലോമിയാൻസ്കി ഡിസ്ട്രിക്റ്റിലെ മേയറായിട്ടുള്ള വിറ്റാലി ക്ലിസ്കോ പറയുന്നു ഇവിടെയും മിസൈൽ ഇട്ട് അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഒരേ സമയം കഴിഞ്ഞ രാത്രിയിൽ വളരെ വലിയ ആക്രമണം അവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ട്രംപിന്റെ വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു അറ്റാക്ക് ഇതുവരെ റഷ്യ കണ്ടു കാണില്ല കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യയുടെ ലോജിസ്റ്റിക് സെന്ററിൽ അടിച്ചു എന്നുള്ള വാർത്തകളാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, അവിടെ പട്ടാളക്കാർ മരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത കൊടുക്കുന്നു. അപ്പൊ കഴിഞ്ഞ രാത്രി വലിയ അറ്റാക്ക് തന്നെയാണ് റഷ്യ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഈ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ട്രംപ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ വാറിൽ നിന്ന് തലയൂരി എങ്ങനെയെങ്കിലും ഇതിലോട്ടൊന്നും തിരിയുക. കഴിഞ്ഞ ദിവസം ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ വീണ്ടും ഒരു ശ്രമം നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഒരു സമാധാന കരാർ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ അമ്പിനും വില്ലിനും എടുക്കാത്തൊരു സാഹചര്യം അവിടെ നടക്കുന്നു. ഇവിടെയാണെങ്കിൽ അറ്റാക്ക് കടുപ്പിച്ചിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഇന്ത്യ ആണെങ്കിൽ എണ്ണ ശുദ്ധീകരിച്ച് വലിയ രീതിയിൽ ഇതിൽ നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് പോലും ഇവിടെ പ്രസക്തിയില്ല. കാരണം അമേരിക്ക ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ വേറൊരു ലോകക്രമം ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 72 മണിക്കൂറത്തെ ലോകത്തിൽ നടന്ന സംഭവങ്ങൾ, അതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകളടക്കം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജിയോ പൊളിറ്റിക്സ് മാറുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പതുക്കെ പതുക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. അതായത് കളം പതുക്കെ ക്ലിയർ ആകുന്നു, കളം വ്യക്തമായി തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ശ്രീ എസ് ജയശങ്കറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് താരിഫ് അടിച്ചു തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് അമേരിക്ക ചില ഇളവുകൾ തന്നിട്ടില്ലേ, 166 ഐറ്റംസിന് നമുക്ക് സീറോ താരിഫ് അല്ലേ ഇളവ് തന്നിട്ടുണ്ടല്ലോ. ജയശങ്കർ കൊടുത്ത മറുപടി,
അത് അവരുടെ ഔദാര്യമല്ല. അവർക്ക് ഈ വസ്തുക്കളില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ഉം. അനിവാര്യമായ വസ്തുക്കളായതുകൊണ്ടാണ് അവർ സീറോ താരിഫ് ചുമത്തിയത്. ഇനി അതിനും താരിഫ് ചുമത്തിയാലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കാരണം അവർക്ക് ഉം. അനിവാര്യമായതുകൊണ്ടാണ്. അല്ലാതെ അവരുടെ ഔദാര്യത്തിന് ഞങ്ങൾക്ക് ഇത് തന്നതൊന്നും ട്രംപിന്റെ ഔദാര്യമൊന്നും അല്ല എന്നാണ്. അത് ട്രംപിന്റെ പേരെന്ന് അദ്ദേഹം പറഞ്ഞില്ല, അത് ആ ഒരു വ്യംഗ്യാർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഉം. അതുകൂടാതെ ഇന്ത്യ ഈ ഭീഷണികൾ, താരിഫ് ഭീഷണികളൊന്നും വകവെക്കാതെ തന്നെ എണ്ണ ഇറക്കാണ്. കാരണം നമുക്ക് ട്രംപിനെ നോക്കിക്കൊടുക്കും. കാരണം ട്രംപിസത്തിന് വലിയ ഒരു പ്രാധാന്യം ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല, പതുക്കെ 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 ആ ഒരു പഴയ ആ, റഷ്യ അമേരിക്ക ഗ്യാങ്ങുകൾ, ഇല്ലെങ്കിൽ റഷ്യ അമേരിക്ക സഖ്യങ്ങൾ പതുക്കെ പതുക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. നേരത്തെ നമ്മൾ അത് പറയുമ്പോഴേക്കും രഹസ്യമായ സഹായങ്ങൾ, രഹസ്യമായ ബന്ധങ്ങളാണെങ്കിൽ ഇന്നത് പരസ്യമായിക്കൊണ്ടിരിക്കുന്നു. ഉം. ഈ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ അത് പരസ്യമായി വെളിപ്പെടുത്തുന്നതിന് യാതൊരു മടിയും കാണിക്കാത്തൊരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം കഴിഞ്ഞ ദിവസവും കേന്ദ്രം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പെട്രോൾ അവിടുന്ന് ഇറക്കിക്കൊണ്ടേയിരിക്കും, ഞങ്ങൾ ക്രൂഡ് ഓയിൽ ഇറക്കിക്കൊണ്ടേയിരിക്കും, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കും, കാരണം ആപത്തിൽ അവരെ കൈവിടാൻ ഞങ്ങൾക്ക് ഒരുക്കമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്ന ഒരു സാഹചര്യം. ഇറാൻ ആണെങ്കിൽ ഇടതടവില്ലാതെ തന്നെ അടിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇറാൻ പറയുന്നത് നിങ്ങളുടെ 50,000-ഓളം പട്ടാളക്കാര് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ട്, അവരെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഇങ്ങനെ പോകുന്നു. ഉം. അതായത് മുമ്പ് പഴയ കാല അമേരിക്കയോ അമേരിക്കയുടെ ഒരു സ്വാധീനമോ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും പ്രകടമല്ല. താരിഫ് ചുമത്തുമെന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത മണിക്കൂർ തന്നെ ബ്രസീലിന്റെ ഭാഗത്തുനിന്ന് അറഞ്ചാം പുറഞ്ചാം മറുപടിയാണ് വന്നത്. ബ്രസീൽ പറഞ്ഞപ്പോൾ പണി നോക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ താരിഫ് അടിച്ചു തരുമെന്ന് പറഞ്ഞു. നിങ്ങൾ അതിനൊക്കെ വിരട്ടൊക്കെ മുമ്പും പിന്നെ ബ്രസീലിയൻ ഭരണാധികാരി ഇച്ചിരി ചൂടനാ പുള്ളി. ലുലാ ഇതേ ഡി സിൽവ. കണക്കുള്ള ഡിസൽവ ഇതിനു മുമ്പും ട്രംപിനെ തെരഞ്ഞെടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഏതാണ്ട് ഒരു കാറ്റഗറിയാ രണ്ടും, ഒരു കുടുംബക്കാരാണെന്ന് വേണേൽ പറയാം ട്രംപും ഇതുമൊക്കെ. ട്രംപ് അപ്പൊ തന്നെ അദ്ദേഹം മറുപടി കൊടുത്തു. ഇന്ത്യയും നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കി, താരിഫും കുന്തുമൊക്കെ അവിടെ കിടക്കും, അത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ രാജ്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം നമ്മുടെ കേന്ദ്രം പറഞ്ഞൊരു കാര്യമുണ്ട്, വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ രാജ്യങ്ങളെല്ലാം അവിടുന്ന് ഗ്യാസും എണ്ണയും മേടിക്കുന്നു, അവർക്ക് താരിഫ് ചുമത്തുന്നില്ല, ഞങ്ങൾക്ക് താരിഫ് ചുമത്തുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഈ എന്താണ് ഈ ജന്മിത്തം എല്ലാവരും അംഗീകരിക്കണമെന്നാണോ? ഇത് തന്നെയാണ് റഷ്യയും പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അടിമകളല്ല ഈ ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ജന്മിത്തം നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും അമേരിക്കയുടെ ഒരു പൂച്ച് പുറത്തായിരിക്കുന്നു പതുക്കെ പതുക്കെ. കാരണം ഇറാനുമായിട്ട് മുട്ടി ഇപ്പോൾ എങ്ങും എത്താത്ത നിലയിലേക്ക് നീങ്ങുന്നു. ഒരു പക്ഷേ ആത്യന്തികമായ ഒരു വിജയം, മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആത്യന്തികമായി കുറെ പേരെ കൊന്നൊടുക്കിക്കൊണ്ട് ട്രംപിന് വിജയം അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ പോലും ട്രംപിസത്തിന് ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പവറിന് ഏൽക്കുന്ന ഒരു തിരിച്ചടിയായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടി വരും. കാരണം മുൻകാലങ്ങളിൽ അമേരിക്ക കളത്തിലിറങ്ങുന്നു എന്ന് പറയുമ്പോൾ നാറ്റോ സഖ്യം എല്ലാം കൂടെ ഒറ്റയടിക്ക് ചാടി ഇറങ്ങി ഒരു വലിയ ലോകത്തിന് മുഴുവൻ ഭീതിജനകമായ ഉപ്പുകണ്ടം പ്രദേശത്ത് വരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പോൾ വന്ന് ഇറങ്ങി ഒരു വലിയ ഗുമ്മുണ്ടായിരുന്നു, മേഞ്ഞിട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ ഇന്ന് ആ രാജ്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ആവശ്യമില്ലാത്ത പണിക്ക് കൊണ്ട് തലവെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണിയിലാകുന്നു. ഇപ്പോൾ എന്താണ് റഷ്യ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഭയന്ന് നിൽക്കുന്നത്. മറ്റൊന്ന് ഇറാനാണ്. ഇറാൻ അവരെ നേരിട്ടടിച്ചില്ലെങ്കിൽ പോലും ഇറാന്റെ പ്രോക്സികൾ ലോകത്തെമ്പാടുമുണ്ട്. ഈ സമാധാനത്തിൽ കഴിയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവിടെയും ഇവിടെയും ബോംബ് പൊട്ടാനും കത്തിക്കുത്താനും ലോറി ഇടിച്ച് കയറ്റി കൊല്ലാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മാനസിക അല്ലെങ്കിൽ ക്രമസമാധാന നില തകരുകയും ചെയ്യും. ഇതൊക്കെ കൊണ്ട് അവരും പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം. അവസാനം ഈ നാറ്റോ സഖ്യങ്ങളെ തെറിവിളിക്കേണ്ട സാഹചര്യം പോലും ട്രംപിന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ എന്ത് പണിയെ കാണിക്കുക, ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് റഷ്യ ഇതുവരെ പുറത്തെടുക്കാത്തത്. കാരണം റഷ്യ ഇത്രയും നാൾ ഡ്രോണുകളും പിന്നെ അവരുടെ പവർ കുറഞ്ഞ ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒറേൻഷിക്കാവ്, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ ആക്രമിച്ച അവരുടെ ഏറ്റവും മാരകമായ ആയുധങ്ങൾ ഇസ്കാണ്ടർ S-400 സ്ക്രിക്കോൺ മിസൈലുകൾ, ഇത് 40-ൽ പരം മിസൈലുകൾ ഉണ്ടായെന്നാണ് യുക്രൈൻ പറയുന്നത്. അവർ പറയുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ആക്രമണമായിരുന്നു. അതിൽ അവരുടെ പ്രധാനപ്പെട്ട സോളോമിയാൻ സിറ്റി, ക്ലൈവിലെ മേയർ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്ലിഷിറ്റ്കോ, ഷെവാസ്റ്റ്യൻസ്കി, ഇവിടെ എല്ലാം സിയറ്റ്കോവിസ്റ്റി, ഇതെല്ലായിടത്തും മാരകമായ ആക്രമണങ്ങൾ. കൈവ് എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് പൂർണ്ണമായി തന്നെ ആക്രമിക്കുക, അതായത് അതിമാരക. ഇതില് പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് റഷ്യയുടെ ആക്രമണം നടക്കുന്നതെല്ലാം ഉക്രൈന്റെ ജനവാസ കേന്ദ്രങ്ങളാണ്, റെസിഡൻഷ്യൽ ഏരിയകളിലാണ് നടക്കുന്നത്. അതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇതുവരെ അത്തരത്തിലൊരു ആക്രമണം നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കണ്ടിട്ടില്ല. അതിന് കാരണം ഉക്രൈൻ നിരന്തരമായിട്ട് റഷ്യയുടെ നഗരങ്ങളിൽ ആക്രമിക്കുന്നു, റഷ്യയുടെ ഹോട്ടലുകൾ ആക്രമിക്കുന്നു, റഷ്യയുടെ റെസിഡൻഷ്യൽ ഏരിയകൾ ആക്രമിക്കുന്നു. അതേ നാണയത്തിൽ തിരിച്ച് ഇപ്പോൾ റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇറാനിൽ എന്താണ് കാണുന്നത്? ഇറാന്റെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണല്ലേ ട്രംപ് ആക്രമണം നടത്തുന്നത്. അപ്പൊ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണം നടത്തുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുദ്ധം കുറച്ചുകൂടി കടുക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആരും കൈവെക്കത്തില്ല, പോയിന്റുകൾ മാത്രമാണ്. ഇപ്പൊ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ കണ്ടതാണ്, ഭീകര കേന്ദ്രങ്ങളും അവരുടെ എണ്ണം പറഞ്ഞ കേന്ദ്രങ്ങൾ മാത്രം അടിച്ചു നിർത്തുന്ന ഒരു പരിപാടിയാണ്. സിവിലിയൻസിനും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുമ്പോൾ
അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ആ യുദ്ധം കുറച്ചുകൂടി വലുതാകുന്നു എന്നുള്ളതാണ്. പാലങ്ങൾ തകർക്കുക, ട്രെയിൻ ആക്രമിക്കുക, റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കുക, അതുപോലെ തന്നെ ജലസംഭരണി ആക്രമിക്കുക ഒക്കെ ചെയ്യുന്നത് വേൾഡ് ക്രൈം ആണ്. വാറിന്റെ ഏറ്റവും വലിയ ക്രൈമുകളിൽ പെടുന്നതാണ്. സിവിലിയൻസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക, വാർ ക്രൈം ആണത്. അപ്പൊ അത് ചെയ്തു തുടങ്ങുന്നു, ഒരു രാജ്യം ചെയ്തു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യം രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അമേരിക്ക ഇറാനിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. ഇത് തന്നെയാണ് റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ തിരിച്ചു ചെയ്യുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ ഇറാൻ പല രാജ്യങ്ങളും ചെയ്യുന്നതാണ്. ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ എണ്ണ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നത് യുദ്ധത്തിന് അവരോടൊപ്പം നിൽക്കുമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ എണ്ണ അവർക്ക്, ഈ ട്രംപ് പറയുന്നത് നമ്മൾ ഈ എണ്ണ മേടിക്കുന്നുണ്ട് പൈസ കിട്ടുന്ന ഉള്ള കാര്യമാണല്ലോ. പക്ഷെ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിനും കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇനി ഇവിടെ നിന്ന് ഒരു പിന്നോക്കം പോവുക അസാധ്യമായ കാര്യമാണ്. പിന്നോക്കം പോയി കഴിഞ്ഞാൽ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് പിന്നീട് കയറി വരാൻ വലിയ പ്രയാസമായിരിക്കും. കുറഞ്ഞ പക്ഷെ അവർക്ക് ഏഷ്യയുടെ ഹീറോ ആയിട്ടെങ്കിലും നിൽക്കണമെങ്കിൽ ഒരു ആത്യന്തികമായ അടി, എനിക്ക് തോന്നുന്നു റഷ്യ കൂടി പറഞ്ഞിട്ടായിരിക്കാം ഇറാൻ അടി നിർത്താതെ അനുസ്യൂതം അടി തുടരുക തന്നെ ചെയ്യുന്നത്. ഇപ്പൊ മുജദ്ബ ഖമേനിയൊക്കെ റഷ്യയിലുണ്ടെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന് നിരന്തരം പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തകർക്കൂ, ഇവരെ കൊല്ലൂ, അമേരിക്കൻസിനെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇത് രണ്ട് രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പഴയ അപ്രമാദിത്യമോ പഴയ ഗുമ്മോ പഴയ ജാടയോ പഴയ അഹങ്കാരമോ ഒന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ലോകത്തിന് മുമ്പിൽ ഇല്ല എന്നുള്ളത് ഈ വാർത്തകൾ കാണുന്ന ഏതൊരു ശരാശരി പൗരനും മനസ്സിലാകും. പണ്ട് അമേരിക്ക വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കിടുങ്ങി വിറക്കുന്ന ഒരു ലോകത്ത് നിന്ന് ട്രംപ് എന്ന് പറയുന്ന ഒരു കോമഡി പീസായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മറിയുന്നതായി നമുക്ക് തോന്നുന്നു.